ഹായ് ഓൾ, വെൽക്കം ടു വൺസ് കോച്ചിങ്. നമ്മൾ ഇന്നിവിടെ 2024 KTUവിൻ്റെ S3 ECയിലെ ഒരു സബ്ജക്റ്റാണ് എടുക്കാൻ പോകുന്നത്, ലോജിക് സർക്യൂട്ട് ഡിസൈൻ. അതിലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൂളിയൻ ഓൾജിബ്രയുടെ അണ്ടറിലാണ് ഈ ടോപ്പിക്ക് വരുന്നത്. മെയിനായിട്ടും മിൻ ടേം, മാക്സ് ടേം, K-map സിംപ്ലിഫിക്കേഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ബൂളിയൻ ഓൾജിബ്രയിൽ മൊഡ്യൂൾ 1ലാണ് ആക്ച്വലി ബൂളിയൻ ഓൾജിബ്ര നമുക്ക് വരുന്നത്. ബൂളിയൻ ഓൾജിബ്ര മെയിനായിട്ടും കാനോണിക്കൽ ഫോം റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിൻ ടേം ആൻഡ് മാക്സ് ടേം റെപ്രസെൻറ്റേഷൻ, അതേപോലെ സിംപ്ലിഫിക്കേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കാർൺ ഓഫ് മാപ്പ്. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ യൂസിങ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഇത് മൂന്നുമാണ് ബൂളിയൻ ഓൾജിബ്രയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ്. ഫസ്റ്റ് എങ്ങനെയാണ് മിൻ ടേം ആൻഡ് മാക്സ് ടേം ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഇതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ബൂളിയൻ ഓൾജിബ്രയിലെ കാർൺ ഓഫ് മാപ്പ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുശേഷം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സൈഡ് യൂസിങ് ബേസിക് ഗേറ്റ്സ്. സോ എന്താണ് മിൻ ടേം, എന്താണ് മാക്സ് ടേം? അപ്പോൾ ഇവിടെ നമുക്ക് ബൂളിയൻ ഓൾജിബ്രയിൽ നിറയെ എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പ്രഷൻസിനെ എല്ലാം നമുക്ക് പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. മിൻ ടേമും മാക്സ് ടേമും അതേപോലെ വേരിയബിൾസ് ആയിട്ട് ഒരു ബൂളിയൻ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ്റെ ഒരു ചെറിയ ഫോമാറ്റാണ്. സോ പല ടേംസ് ഉണ്ട് ഇതിൽ. മിൻ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസിനെ എല്ലാം നമ്മൾ പ്രൊഡക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മിൻ ടേം എന്ന് പറയുന്നത്. അതേപോലെ മാക്സ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ്, അല്ലെ എത്ര വേരിയബിൾസ് വേണമെങ്കിലും ആവാം, അതിനെയെല്ലാം നമ്മൾ സം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ മാക്സ് ടേം എന്ന് പറയുന്നത്. മിൻ ടേം റെപ്രസെൻറ്റേഷൻ നമുക്കിവിടെ കാണാം, സ്മോൾ ലെറ്റർ M ആണ് നമ്മൾ ഓരോ മിൻ ടേമിനെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നോക്കിയാൽ 0 to 7 വരെയുള്ള കോമ്പിനേഷൻ, ഓക്കെ, അതായത് ഒരു 3-bit ബൈനറി കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2 power 3, ദാറ്റ് ഈസ് 8 ആണ്. സോ 0 to 7 വരെയുള്ള നമ്പേഴ്സിന്റെ കറസ്പോണ്ടിങ് ബൈനറി ആണ് നമുക്ക് അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ 0 0 0 up to 1 1 1, അങ്ങനെ 3 ബിറ്റ്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. XYZ എന്ന് പറയുന്നത് ഓരോ ബിറ്റാണ്, ബൈനറിയുടെ ഓരോ ബിറ്റാണ്. സോ 0 എന്ന് പറയുന്ന നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ 0 0 0 ആണ്. അങ്ങനെ 7ന്റെ കറസ്പോണ്ടിങ് റെപ്രസെൻറ്റേഷൻ ആണ് 1 1 1. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് എങ്ങനെയാണ് ഒരു ടേം ആയിട്ട് ഒരു വേരിയബിൾ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഇതെല്ലാം നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ അതിനെ വേരിയബിൾസ് ആയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും? XYZ ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ബിറ്റിൻ്റെയും കറസ്പോണ്ടിങ് വേരിയബിൾ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ടേംസിൽ നമുക്ക് 0 0 0 എന്ന് പറഞ്ഞാൽ 0 മീൻസ് ബൈ ഡിഫോൾട്ട് നമ്മൾ വാല്യൂ എക്സിൻ്റെ 1 ആയിട്ടും വൈയുടെ 1 ആയിട്ടും ഇസഡിൻ്റെ 1 ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ 0 0 0 മീൻസ് എക്സ് ബാർ, വൈ ബാർ, ഇസഡ് ബാർ. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് എക്സ് ബാർ എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ മേലെ ഒരു ഇതിട്ടിട്ട് ഡാഷ് ഇട്ടിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എക്സ് ഒരു അപ്പോസ്ട്രോഫി, രണ്ടും നോട്ട് എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ആണ്. സോ എക്സ് ബാർ, വൈ ബാർ, ഇസഡ് ബാർ എന്ന് പറയുന്നതാണ് 0 0 0. കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേമിനെ നമ്മൾ സ്മോൾ m ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഒരു സഫിക്സ് 0 ഇടുന്നു. സോ ദാറ്റ് അത് 0th മിൻ ടേം ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ 0 0 1 എന്ന് പറഞ്ഞാൽ എക്സ് ബാർ, വൈ ബാർ, ഇസഡ് ആണ്. അപ്പോൾ അതിനെ M1 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0 0 1 ആയതുകൊണ്ട് തന്നെ എക്സ് ബാർ, വൈ ബാർ, ഇസഡ് ആണ്. നെക്സ്റ്റ് 0 1 0 ആണ്, എക്സ് ബാർ, വൈ, ഇസഡ് ബാർ ആണ്, അത് M2 ആണ്. അങ്ങനെ നമുക്ക് M7 വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. M7 എന്ന് പറയുമ്പോൾ 1 1 1 ആണ്, ദാറ്റ് ഈസ് XYZ. ഇങ്ങനെ ഏത് ബൈനറി കോമ്പിനേഷൻ വേണമെങ്കിലും 3 ബിറ്റിൽ നമുക്ക് മിൻ ടേം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ 0 to 7 വരെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 3-bit ബൈനറി കോമ്പിനേഷൻ ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സ് ടേം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക? ടേം കറസ്പോണ്ടിങ് ആയിട്ട് 0 0 0 നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇവിടെ എക്സ് ബാർ, വൈ ബാർ, ഇസഡ് ബാർ എന്നാണ് നമ്മൾ എഴുതിയെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഫോമിലാണ് എഴുതുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എക്സ് ബാർ, വൈ ബാർ, ഇസഡ് ബാർ എന്നും മാക്സ് ടേമിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്നും പറയുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞു ബൈ ഡിഫോൾട്ട് നമുക്ക് വാല്യൂ കിട്ടുന്നത് 1 ആണ്. ഓക്കെ, സോ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ 0യും, ദാറ്റ് ഈസ് 0 0 0യും 1 1 1 വരുന്ന കേസിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ 1 ആണ് വരുന്നത്. അതായത് എക്സ് ബാർ, വൈ ബാർ, ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ x0, y0, z0 ആണ്. സോ ആ ഒരു കോമ്പിനേഷനിൽ നമുക്ക് M0 എന്ന് പറയുന്ന വാല്യൂ 0 ആയിട്ട് വരും. അതിൻ്റെ മാക്സിമം വാല്യൂ നമ്മൾ എടുത്താൽ XYZ എന്ന് പറയുന്നത് നമുക്ക് 1 ആയിട്ടുമാണ് കിട്ടുന്നത്. ഓക്കെ, അതേസമയം മാക്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ ബൈ ഡിഫോൾട്ട് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സോ എക്സും വൈയും ഇസഡും വന്നു കഴിയുമ്പോൾ നമുക്ക് വാല്യൂ 1 കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ
മാക്സ് ടേം എന്ന് പറയുന്നത് എം, ക്യാപിറ്റൽ എം 0 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഇപ്പോൾ 0 0 0 കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് 0 0 1 കോമ്പിനേഷനിൽ എങ്ങനെ വരും? എവിടെയൊക്കെയാണോ 0 വരുന്നത് അവിടെയെല്ലാം നമ്മൾ എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഇസഡ് എന്ന് എഴുതുക. എവിടെയൊക്കെയാണോ നമുക്ക് 1 വരുന്നത് അവിടെയെല്ലാം കോംപ്ലിമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ 0 0 1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ബാർ. ദെൻ നെക്സ്റ്റ് എക്സ് പ്ലസ് വൈ ബാർ പ്ലസ് ഇസഡ്. അങ്ങനെ വന്ന് ലാസ്റ്റ് 1 1 1 കോമ്പിനേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ബാർ പ്ലസ് വൈ ബാർ പ്ലസ് ഇസഡ് ബാർ എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് M7. ഫസ്റ്റ് റെപ്രസെന്റേഷൻ മിഡ് ടേം നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് 2 രീതിയിൽ നമുക്ക് ബൂളിയൻ ഓൾജിബ്ര റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. കെ മാപ്പ് അതിനാണ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ കെ മാപ്പ് എന്താണെന്ന് പറയുന്നുണ്ട്. സോ കെ മാപ്പ് റെപ്രസെന്റ് ചെയ്യാൻ നേരം നമുക്ക് 2 രീതിയിൽ കെ മാപ്പിന്റെ ബൂളിയൻ ഓൾജിബ്ര റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആ ബൂളിയൻ എക്സ്പ്രഷനെ റെഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫോർമാറ്റ് SOP എന്ന് പറയുന്ന ഫോമാണ്, മറ്റൊരു ഫോം POS എന്ന് പറയുന്ന ഫോമാണ്. സം ഓഫ് പ്രൊഡക്റ്റും പ്രൊഡക്റ്റ് ഓഫ് സമ്മും. അതിൽ സം ഓഫ് പ്രൊഡക്റ്റിലാണ് നമ്മൾ മിൻ ടേംസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പ്രൊഡക്റ്റ് ഓഫ് സമ്മിലാണ് മാക്സ് ടേംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് കാർണഫ് മാപ്പ് എന്ന് നോക്കാം. 1953 മോറിസ് കാർണോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് കാർണഫ് മാപ്പ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മോറിസ് കാർണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് 1953. സോ കാർണഫ് മാപ്പിനെ റെഡ്യൂസ് ചെയ്തിട്ട് കെ മാപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ കെ മാപ്പിന്റെ പർപ്പസ് ഫസ്റ്റ് ഓഫ് ഓൾ ബൂളിയൻ എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബൂളിയൻ എക്സ്പ്രഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിന് വലിയൊരു എക്സ്പ്രഷൻ ആയിരിക്കും. സോ അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻലി കെ മാപ്പ് യൂസ് ചെയ്യുന്നത്. സോ കെ മാപ്പിന്റെ ലോജിക് ഇത്രയേ ഉള്ളൂ. ഒത്തിരി സെൽസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ എത്ര വേരിയബിൾ ആയിട്ടുള്ള കെ മാപ്പ് ആണോ നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് പല രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. 2 വേരിയബിളിന്റെ കെ മാപ്പ് ഉണ്ട്, 3 വേരിയബിൾ കെ മാപ്പ്, 4 5 അപ് ടു 6 വേരിയബിൾ കെ മാപ്പ് വരെയുണ്ട്. സോ നമുക്കിവിടെ 4 വേരിയബിൾ കെ മാപ്പ് വരെയാണ് സിലബസിൽ പഠിക്കാനുള്ളൂ. സോ 4 വേരിയബിൾ കെ മാപ്പ് ആണ് ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു കെ മാപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കുറേ റോസും കോളംസും ആയിട്ടാണ്. സോ അതിൽ അഡ്ജസന്റ് ആയിട്ടുള്ള സീറോസ് ഉണ്ടെങ്കിൽ അതിനെ മാപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എല്ലാം കമ്പൈൻ ചെയ്യുക എന്ന് പറയുന്നതാണ്. നേരത്തെ പറഞ്ഞ SOP എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ അഡ്ജസന്റ് ആയിട്ടുള്ള വൺസിനെ എല്ലാമാണ് കമ്പൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ POS അഥവാ പ്രൊഡക്റ്റ് ഓഫ് സം ആയിട്ടും നമുക്ക് കെ മാപ്പ് യൂസ് ചെയ്യാം. സോ POS എക്സ്പ്രഷൻ നമ്മൾ കെ മാപ്പിൽ എഴുതി കഴിഞ്ഞാൽ അഡ്ജസന്റ് ആയിട്ടുള്ള സീറോസിനെ എല്ലാമാണ് നമ്മൾ കമ്പൈൻ ചെയ്തത്. ഈ 2 ലോജിക്ക് ബേസ് ചെയ്തിട്ടാണ് കെ മാപ്പിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കെ മാപ്പിന്റെ സിസ്റ്റമാറ്റിക് ഒരു മെത്തേഡാണിത്. അത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സിംപ്ലസ്റ്റ് SOP ആൻഡ് POS എക്സ്പ്രഷൻ നമുക്ക് കിട്ടാനായിട്ടും നമ്മൾ കെ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ബൂളിയൻ ഓൾജിബ്രൈക് എക്സ്പ്രഷനെ വളരെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് കാർണഫ് മാപ്പ്. ഇനി ഈ കാർണഫ് മാപ്പ് പല രീതിയിലുണ്ടെന്ന് പറഞ്ഞു. 2 വേരിയബിൾ, 3 വേരിയബിൾ, 4 വേരിയബിൾ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് ഇതിൽ 2 വേരിയബിൾ കെ മാപ്പ് ആണ്. സോ അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? 2 വേരിയബിൾ എന്ന് പറയുമ്പോൾ 2 വേരിയബിൾ ആണ് നമ്മളതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ബൈനറി ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാം. സോ 2 പവർ 2 നമുക്ക് എത്ര വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാനുണ്ട്? 4 കോമ്പിനേഷൻസ് യൂസ് ചെയ്യാനുണ്ട്. ദാറ്റ് ഇസ് 0 0 0 1 1 0 1 1. സോ ഈ 4 എണ്ണം വേണ്ടത് കൊണ്ട് തന്നെ 4 സെൽസ് ഉള്ള കെ മാപ്പ് ആണ്, അതായത് 2 റോസ് 2 കോളംസ് ഉള്ള ഒരു കെ മാപ്പ് ആണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഇത് M0 എന്ന് പറയുന്നത് ഫസ്റ്റ് മിൻ ടേം ആണ്. നമ്മൾ SOP ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മിൻ ടേം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മിൻ ടേമിന്റെ പൊസിഷൻ ഇവിടെയാണ്. സോ സ്റ്റാർട്ട്സ് ഫ്രം ടോപ്പ് ലെഫ്റ്റ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. ദാറ്റ് 0th പൊസിഷൻ ആണിത്. ഇത് ഫസ്റ്റ് പൊസിഷൻ. നെക്സ്റ്റ് സെക്കൻഡ് പൊസിഷൻ ഇവിടെ, തേർഡ് പൊസിഷൻ ഇവിടെ. സോ M0, M1, M2, M3 എന്ന് പറഞ്ഞിട്ടാണ് മിൻ ടേംസിനെ നമ്മളിവിടെ കെ മാപ്പിലെ SOPക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെയുള്ള 4 സെൽസ് ഉള്ള ഒരു കെ മാപ്പ് ആണ്. അതിൽ വേരിയബിൾസ് എക്സ് വൈ ആണ്. സോ എക്സ് വൈയുടെ കോമ്പിനേഷൻ ഏതൊക്കെയാ വരിക? എക്സ് ബാർ വൈ ബാർ, എക്സ് ബാർ വൈ, എക്സ് വൈ ബാർ ആൻഡ് എക്സ് വൈ. ദാറ്റ് ഇസ് 0 0 0 1 1 0 1 1. ഇതിൽ 0 0 എന്ന് പറയുന്ന കോമ്പിനേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് വേരിയബിൾ കൊടുത്തു, സെക്കൻഡ് വേരിയബിൾ നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തു. ഇനി എക്സ് വൈയുടെ പല കോമ്പിനേഷൻസ് ആണ് ഓരോ സെല്ല് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എക്സിന്റെ പോസിബിൾ കോമ്പിനേഷൻ ഫസ്റ്റ് 0, ദാറ്റ് ഇസ് എക്സ് ബാർ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഇവിടെ വരും. നെക്സ്റ്റ് എക്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ കറസ്പോണ്ടിങ് എക്സിന് 1 വാല്യൂ വരുമ്പോൾ വൈക്ക് ഇതേപോലെ തന്നെ 0യും വരും 1ഉം വരും. സോ എക്സ് വൈ കോമ്പിനേഷൻ നമുക്ക് നോക്കാം.
ഫസ്റ്റ് 0 0, x equal to 0, y equal to 0, so x bar y bar. Next x equal to 0, y equal to 1, x bar y. Next x equal to 1, y equal to 0, x y bar, and x equal to 1, y equal to 1, x y. ഇങ്ങനെ 4 കോമ്പിനേഷൻസ് ആണ് നമുക്കിവിടെ 2 വേരിയബിൾ കെ മാപ്പിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ പ്രോബ്ലം സൈഡിൽ നമുക്ക് കൂടുതൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും സിംപ്ലിഫൈ ചെയ്യുന്നതെന്നും ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് 3 വേരിയബിൾ കെ മാപ്പ് ആണ്. 3 വേരിയബിൾ കെ മാപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 വേരിയബിൾസ് ആണ്. സോ 2 power 8 ആണ് നമുക്ക് വരുന്നത്. സോ 8 സെൽസ് ഉള്ള ഒരു കെ മാപ്പ് ആണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. 2 റോസും 4 കോളംസും ആണ് ഇവിടെ. ഓരോ മിൻ ടേംസിനെയും M0, M1, M2, M3 അങ്ങനെ M7 വരെയുള്ള മിൻ ടേംസിനെ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ഓർഡർ ഉണ്ട്. സോ ഇതിൽ നമ്മൾ മെയിൻലി ഗ്രേ കോഡാണ്, ഗ്രേ കോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു മിൻ ടേം. ഫോർ എക്സാമ്പിൾ ഇതിലെ വാല്യൂ ഇപ്പോൾ 0 0 0 ആണെങ്കിൽ നെക്സ്റ്റ് 0 0 1 എന്ന് പറയുമ്പോൾ ഒരു ബിറ്റിന്റെ വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ കെ മാപ്പിലെ വാല്യൂസ് എല്ലാം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ M1 കഴിഞ്ഞിട്ട് M2 വരുന്നത് ഇവിടെയല്ല, നെക്സ്റ്റ് പൊസിഷൻ ഇവിടെയാണ്. കാരണം ഗ്രേ കോഡിൽ ഒരു ബിറ്റ് വേരിയേഷൻ മാത്രം വരുന്ന രീതിയിലാണ് നമ്മൾ ബൈനറി മീൻസ് വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സീറോസ് ആൻഡ് വൺസിന്റെ കോമ്പിനേഷൻ നമുക്ക് ബൈനറി ആയിട്ടല്ല ഗ്രേ കോഡിന്റെ ഫോമിലാണ് കെ മാപ്പിൽ റെപ്രസെന്റേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 1 M0, ഇവിടെ M1 വന്നു കഴിഞ്ഞ് M2 ഒരു സെല്ല് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. ഇവിടെ M3 വരും. നെക്സ്റ്റ് ഇതേപോലെ തന്നെ M4, M5 കഴിഞ്ഞ് M6 ഇവിടെയും M7 ഇവിടെ ആയിട്ടാണ് വരുന്നത്. സോ കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 1 1 വരെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ 2 വേരിയബിളിൽ കണ്ട പോലെ തന്നെ 3 വേരിയബിളിലെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വേരിയബിൾ എക്സ് എടുത്തു, y z ഇവിടെ കൊടുത്തു. എക്സിന് നമുക്ക് കറസ്പോണ്ടിങ് 0 1 വാല്യൂസ് ഉണ്ട്, ദാറ്റ് ഇസ് എക്സ് ബാർ എക്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. വൈ സെഡിന് നമുക്ക് 0 0 0 1, ഇവിടെയാണ് 1 0 കൊടുക്കുന്നത്. ഓക്കെ, ഈ ഗ്രേ കോഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ 0 0 0 1 1 0 1 1 എന്ന ഫോമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ കോമ്പിനേഷനിൽ എങ്ങനെ വരും? 3 വേരിയബിൾസിന്റെയും കൂടി ബൈനറി കോമ്പിനേഷൻ നോക്കിയാൽ 0 0 0 0 0 1 0 1 0 0 1 1. ഓക്കെ, ദാറ്റ് ഇസ് എക്സ് ബാർ വൈ ബാർ ഇസഡ് ബാർ, x bar y bar z, x bar y z bar and x bar y z. നെക്സ്റ്റ് ഇവിടെ എക്സിന് 1 വരുന്ന കേസിൽ എക്സ് വൈ സെഡ് കോമ്പിനേഷൻ 1 0 0, ദാറ്റ് ഇസ് എക്സ് വൈ ബാർ സെഡ് ബാർ, ദെൻ എക്സ് വൈ ബാർ സെഡ്, എക്സ് വൈ സെഡ് ആൻഡ് എക്സ് വൈ ഇസഡ് ബാർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റെപ്രസെൻറ്റേഷനിലാണ് നമുക്ക് 3 വേരിയബിൾ കെ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുന്നത്. 3 വേരിയബിൾ കെ മാപ്സിലും പ്രോബ്ലം സൈഡിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് 3 വേരിയബിൾ കെ മാപ്പിൽ 2 രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഹൊറിസോണ്ടലായിട്ടും കെ മാപ്പ് വരയ്ക്കാം, അതുപോലെ വെർട്ടിക്കലായിട്ടും വരയ്ക്കാം. ഹൊറിസോണ്ടൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ നേരത്തെ കണ്ടത്, ഈ ഒരു റെപ്രസെന്റേഷൻ. അതേപോലെ നമുക്ക് വെർട്ടിക്കലായിട്ടും, ചില ടെക്സ്റ്റിലെല്ലാം ഒരു വെർട്ടിക്കലായിട്ടും കൊടുത്തിട്ടുണ്ട്. 2 രീതിയിൽ നമുക്ക് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ സാധാരണ ഇപ്പോഴും ഹൊറിസോണ്ടൽ ഫോം ആണ് ഫോളോ ചെയ്യാറ്. സോ ഇവിടെ ഇതേപോലെ തന്നെ എക്സ് വൈ സെഡിന് വരെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ ABC ആണ്. അപ്പൊ ഇവിടെ 0 0 0 0 0 1 ഇതേപോലെ തന്നെ. ബട്ട് ഇവിടെ ഈ 2 റോസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 4th റോ കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലാസ്റ്റ് ആണ് ഈ 3rd റോ കവർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് 2 കോളംസ് കഴിഞ്ഞിട്ട് പിന്നെ 4th കോളം കഴിഞ്ഞാണ് 3rd കോളത്തിലേക്ക് വന്നത്. ബട്ട് വെർട്ടിക്കലായിട്ട് എഴുതുമ്പോൾ ആകെ വ്യത്യാസമുള്ളത് ഫസ്റ്റ് 2 റോസ് കവർ ചെയ്ത ശേഷം നമ്മൾ ലാസ്റ്റ് റോ 4th റോ കവർ ചെയ്തിട്ടാണ് പിന്നെ 3rd റോയിലേക്ക് വരുന്നത്. M0, M1, M2, M3, M4, M5, M6, M7 ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കോമ്പിനേഷൻ പഴയ പോലെ തന്നെ 0 0 0, ദാറ്റ് ഇസ് എ ബാർ ബി ബാർ സി ബാർ അപ് ടു ABC വരെയുള്ള കോമ്പിനേഷൻ. അതേപോലെ തന്നെ അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ബാർ ബി ബാർ സി ബാർ കാണാം, അതുപോലെ തന്നെ അപ് ടു ABC. ഇതാണ് 7th പൊസിഷൻ, ഇത് 0th പൊസിഷൻ. 0 1 2 3 4 5 ആൻഡ് 6 7. സോ 2 വേരിയബിളും 3 വേരിയബിളും നിങ്ങൾക്ക് മനസ്സിലായി കാണും. നെക്സ്റ്റ് 4 വേരിയബിൾ കെ മാപ്പ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസും വരാറുള്ളത് 4 വേരിയബിൾ കെ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ 4 വേരിയബിൾ കെ മാപ്പ് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കും. ബട്ട് വൺസ് നമുക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ 4 വേരിയബിൾ കെ മാപ്പിൽ നമുക്ക് വേണ്ടത് 4 വേരിയബിൾസ് ആണ്. സോ 2 power 4, ദാറ്റ് ഇസ് 16 കോമ്പിനേഷൻസ് നമുക്ക് വേണം. സോ 16 കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ 0 to 15 വരെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. സോ 0 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് 0 0 0 0 ആണ്. നെക്സ്റ്റ് 15 എന്ന് പറയുമ്പോൾ 1 1 1 1. അങ്ങനെ 4 ബിറ്റിൻ്റെ
16 കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 16 കോമ്പിനേഷൻസ് വേണ്ടത് കൊണ്ട് തന്നെ 16 സെൽസ് ആണ് ആ കെ മാപ്പിൽ വേണ്ടത്. 4 റോസും 4 കോളംസും ഉള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് 4 വേരിയബിൾ കെ മാപ്പ്. സോ അതിൽ എ ബി ആണ് ഫസ്റ്റ് 2 വേരിയബിൾസ്. ഇവിടെ നമുക്ക് എ ബി എന്ന് ഇതിനെ എഴുതാം, ഇവിടെ സി ഡി എന്ന് എഴുതാം. സോ എ ബി സി ഡി എന്ന ഫോമിലൊക്കെയാണ് നമ്മൾ കെ മാപ്പ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എ ബിയുടെ കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്? 0 0 0 1. ഇവിടെയും ഫസ്റ്റ് 2 റോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4th റോ കഴിഞ്ഞിട്ടാണ് നമ്മൾ 3rd റോയിലേക്ക് കയറുന്നത്. കോളം സൈഡിലും അതേപോലെ തന്നെ ഫസ്റ്റ് 2 കോളംസ് കഴിഞ്ഞാൽ പിന്നെ 4th കോളം കഴിഞ്ഞിട്ടാണ് 3rd കോളത്തിലേക്ക് വാല്യൂ വരുന്നത്. സോ ഇവിടെ M0, M1, M2, M3, M4, M5, M6, M7. ഇവിടെ M7 കഴിഞ്ഞാൽ ഇവിടെയാണ് M8, M8, M9, M10, M11, M12, M13, M14 ആൻഡ് ഫൈനലി M15. ഇങ്ങനെയാണ് മിൻ ടേംസ് നമ്മൾ SOPയിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എക്സാമ്പിളായിട്ട് ABCD കോമ്പിനേഷനിലായിട്ട് ഇവിടെ എഴുതി നോക്കുമ്പോൾ ABCD എന്ന് പറയുന്നത് എന്താണ്? 0 0 0 0. ദാറ്റ് ഈസ് A ബാർ B ബാർ C ബാർ D ബാർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ABC ബാർ D ആണത്. അപ്പോൾ A ബാർ B ബാർ C ബാർ D എഴുതി. അതേപോലെ നെക്സ്റ്റ് കോമ്പിനേഷൻ ABCDയുടെ 0 0 1 1 ആണ്. A ബാർ B ബാർ C D ആണ്. അങ്ങനെ പോയി ലാസ്റ്റ് കോമ്പിനേഷൻ നമുക്ക് നോക്കാം. 1 1 1 1 എന്ന് പറയുന്ന കോമ്പിനേഷൻ 15th പൊസിഷനിലുള്ള. ഓക്കെ, M15 ഏതാണെന്ന് നോക്കാം. സോ ABCDയുടെ കോമ്പിനേഷൻ 1 1 1 1 ആണ്. ദാറ്റ് ഈസ് ABCD. ഇങ്ങനെ ഏത് സെല്ലിനെ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്ത് മിൻ ടേം ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന വാല്യൂസിൽ എവിടെയൊക്കെയാണോ 1 വരുന്നത്, അഡ്ജസന്റ് 1 വരുന്നത്, അതിന്റെ റൂൾ അനുസരിച്ചിട്ട് നമുക്കതിനെ കമ്പൈൻ ചെയ്ത് ഒരു ചെറിയ ബൂളിയൻ എക്സ്പ്രഷൻ ആക്കി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. സോ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കെ മാപ്പ്. സോ ഈ കെ മാപ്പിനെ ബേസ് ചെയ്തിട്ടാണ് മൊഡ്യൂൾ 1 നിറയെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രോബ്ലം സൈഡിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷൻസ് സോൾവ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് വൺസ്.